നമസ്കാരം. പിണറായിയുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കി. സർക്കാരിനെതിരെ പറഞ്ഞാൽ ജയിലിലാക്കും. ഇതാണ് ഇന്നത്തെ ഒരു അവസ്ഥ, ഇന്നത്തെ ഒരു സ്ഥിതിവിശേഷം. പക്ഷേ പണ്ട് നമ്മൾ ഈ പ്രതിപക്ഷ ദൗത്യം ഏറ്റെടുത്ത് സർക്കാരിനെ വിമർശിച്ചിരുന്ന മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. ആ പ്രതിപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന് ഭരിക്കുന്ന സർക്കാരിനെതിരെ വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണെങ്കിലോ സർക്കാരിനെ വാനോളം പുകഴ്ത്തുകയും പ്രതിപക്ഷത്തെ വിമർശിക്കുകയും ചെയ്യുന്നതാണ് വിരോധാഭാസം എന്ന് പറയപ്പെടുന്നത്. ചില മാധ്യമ പ്രവർത്തകർക്ക് ദിവസം 10 കള്ളവാർത്തകളും 10 വ്യാജ വീഡിയോകളുമാണ് ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വിളിച്ചുകൂവി ഇപ്പോൾ പ്രതിപക്ഷ മാധ്യമങ്ങളെ നാറ്റിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണയായിട്ട് ചാനലുകളും വാർത്താ മാധ്യമങ്ങളും യൂട്യൂബുകാരും രാഷ്ട്രീയ വിമർശകരും ചാനൽ ചർച്ചക്കാരും ഒക്കെ ഭരിക്കുന്ന പാർട്ടികളെയാണ് വിമർശിച്ചു പോന്നിരുന്നത്. അവരായിരുന്നു പ്രതിപക്ഷത്തിന്റെ സഹായകമായി പ്രവർത്തിച്ചിരുന്നത്. ഇക്കഴിഞ്ഞ 10 വർഷങ്ങളിലായി ചാനലുകളും മീഡിയകളും എല്ലാം പണത്തിന്റെ സ്വാധീനത്താൽ പ്രതിപക്ഷത്തെ വേട്ടയാടുവാനാണ് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. എതിർക്കുന്നവരുടെ വായടയ്ക്കുന്ന വാർത്തകളും ഫ്ലാഷ് ന്യൂസുകളും അവതരിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ആക്രമണ പരമ്പരകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈയിടെ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് ക്യാമ്പിൽ പ്രതിപക്ഷ നേതാവും KC വേണുഗോപാലും മാധ്യമങ്ങളുടെ ഈ അജണ്ടകൾ അക്കമിട്ട് നിരത്തിയപ്പോൾ ദിവസവും 10 കാർഡുകളും 10 വീഡിയോകളും നുണകളായി പ്രചരിപ്പിക്കുന്ന മാധ്യമ ശിഖണ്ഡികൾക്ക് ലേശം കൊണ്ടുകാണും. ദിവസവും ഓരോരോ ഇല്ലാക്കഥകൾ മെനയുന്ന, നേതാക്കളെ തമ്മിൽ തല്ലിക്കുന്ന വാർത്തകൾ പടച്ചുവിടുന്ന ഇവർ കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളകൾ മറച്ചുവെക്കുന്നു എന്നുള്ളതാണ്. അവർക്കതിൽ ഒരു വിഷയമേ ഇല്ല എന്നുള്ളതാണ്. അവർക്ക് വേണ്ടത് പ്രതിപക്ഷ നേതാക്കളുടെ ചോരയാണ്. ഈയിടെ ചില മാധ്യമ പ്രവർത്തകർ തിരിച്ചറിവിന്റെ പാതയിലൂടെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി തുടങ്ങിയിട്ടുണ്ട്. റിപ്പബ്ലിക് ഗോസ്വാമിക്ക് എന്താണ് പറ്റിയത് എന്ന് മനസ്സിലാകുന്നില്ല. അർണം ഗോസ്വാമി ഒരു നല്ല ചാനലിനെ ഒരു വിധമാക്കി പടിയിറങ്ങി സ്വന്തമായി മറ്റൊരു ചാനൽ ഉണ്ടാക്കിയ ഒരു കുമാരൻ ഭാര്യയുടെ 2% അടക്കം 53% ഷെയർ കയ്യിൽ വെച്ചുകൊണ്ട് ഒട്ടേറെ പേരിൽ നിന്നും പണം സമാഹരിച്ച് നടത്തി നോക്കിയെങ്കിലും അവസാനം മദ്രാസ് കമ്പനി കോടതി കേസ് മുതൽ ഇൻകം ടാക്സിന്റെ കേസുകളും തട്ടിപ്പ് കേസുകളും ഒക്കെ ആയി അറസ്റ്റിൽ വരെ കാര്യങ്ങൾ എത്തിയപ്പോൾ സ്വന്തം ചാനലിലെ ഒരു മാനേജർ ഭാര്യയുടെ സ്വർണം പണയം വെച്ച തുകയും മരിച്ചുപോയ ഒരു ബിഷപ്പിൽ നിന്ന് കടം വാങ്ങിയ തുകയും അടച്ചുകൊണ്ട് തൽക്കാലം തടിതപ്പി. പിന്നീട് കേസുകളിൽ അതിൽ നിന്നുമൊക്കെ രക്ഷ നേടുവാൻ സ്വന്തം അച്ഛനെ ഇല്ലാതാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നുഴഞ്ഞു കയറി മത്സരിച്ചുവെങ്കിലും അവിടെയും ദൈവം പരാജയം സമ്മാനിച്ചു എന്നുള്ളതാണ്. അവസരവാദ നയങ്ങൾക്കുള്ള തിരിച്ചടിയായിരുന്നു അന്ന് കിട്ടിയത്. കൂടാതെ ആ പാവം ഉമ്മൻചാണ്ടിയുടെ പ്രാക്കും. ഭരണത്തിലെത്തിയ മുഖ്യമന്ത്രിയുടെ കാല് പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ ഒരു വിധേന പറഞ്ഞവസാനിപ്പിച്ച് പിന്നെയും ഓരോരുത്തരുടെ ഖബർ മാന്തി തുടങ്ങിയിരിക്കുന്നു ഈ സർക്കാർ. ദിലീപിന്റെ മക്കിട്ട് കുറെ കയറി നോക്കി, അവിടെയും പരാജയമായിരുന്നു ഫലം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈനാം പേച്ചിക്ക് മരപ്പട്ടി എന്നോണം മാംഗോ മൊബൈൽ, മുട്ടിൽ മരമുറി, മെസ്സി മാച്ച് സഹോദരങ്ങളെ ദൈവം മുന്നിലേക്ക് അയച്ചു കൊടുത്തു. അവരുടെ പിന്നാമ്പുറ സഹായത്താൽ ഭരണത്തെ വെളുപ്പിക്കുവാനുള്ള കൊട്ടേഷനുമായിട്ട് ഇറങ്ങി തിരിച്ചു. അവർ എവിടെയോ വെളുപ്പിക്കൽ നടത്തി, അവിടെയൊക്കെ വീണ്ടും വീണ്ടും പരാജയങ്ങൾ മാത്രമായിരുന്നു നുണയേണ്ടി വന്നത്. ഇന്ത്യൻ പര്യടനത്തിൽ വരുന്ന മെസ്സിക്ക് 130 കോടി വിലയിട്ടുകൊണ്ട് ആരെയൊക്കെയോ പറ്റിക്കുവാൻ ശ്രമിച്ചു, അവിടെയും പരാജയം. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, നിലമ്പൂർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അങ്ങനെ തൊട്ടതെല്ലാം പരാജയമാക്കുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അച്ഛനെതിരെ പാർട്ടിയും പിണറായിയും ചെയ്തു കൂട്ടിയ ചെയ്തികൾക്ക് മകനിലൂടെ മധുര പ്രതികാരമായിട്ടും വേണൽ ചിന്തിച്ചാൽ തെറ്റില്ലായിരുന്നു അത്തരത്തിലുള്ള പ്രവണതകൾ. പക്ഷെ അത് നടന്നില്ല. എന്തായാലും ജീവിതത്തിൽ ഇതുവരെ പരാജയം മാത്രം കൈമുതലായുള്ളവർ പണം കൈപ്പറ്റി PR കളികൾ ഏറ്റെടുത്തുകൊണ്ട് ഈ സംസ്ഥാനത്തെ ഒന്നടങ്കം നശിപ്പിക്കുവാൻ നോക്കിയാൽ, പുണ്യമാക്കപ്പെട്ട ഒരു അമ്പലത്തിലെ കൊള്ളകൾ മൂടി വയ്ക്കുവാൻ നോക്കിയാൽ, ഒരു സമൂഹത്തെ ഒന്നടങ്കം പഠിക്കുവാൻ ശ്രമിച്ചാൽ, പുതിയ തലമുറയെ വഴിതെറ്റിപ്പിക്കുവാൻ കൂട്ടുനിന്നാൽ, ഭക്തരുടെ ദൗർബല്യങ്ങളെ ചോദ്യം ചെയ്താൽ നിങ്ങളെ കേരള ജനത വെറുതെ വിടുമെന്ന് കരുതണ്ട. എല്ലാത്തിനും ഒരു അതിരുണ്ട് എന്നതാണ്. പക്ഷേ ഇവിടെ എന്നാൽ അതിരുവിടുന്ന സൈബർ സഖാക്കളുണ്ട്. അവർക്കിനി രക്ഷയില്ല എന്നുകൂടി പറയട്ടെ. മുഖ്യമന്ത്രി പിണറായി വിജയനെയും വെള്ളാപ്പള്ളി നടേശനെയും ചാനൽ ചർച്ചകളിലൊക്കെ രൂക്ഷമായിട്ട് വിമർശിച്ച അഡ്വക്കേറ്റ് BN ഹസ്കർ, ആ ഹസ്കറിനെതിരെ CPM സ്വീകരിച്ച അച്ചടക്ക നടപടി എന്ന് പറയപ്പെടുന്നത് ചർച്ചകളിൽ എത്തി നിൽക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സഹിഷ്ണുത എന്നുള്ള വാക്കിന് അർത്ഥം കണ്ടെത്തുവാൻ കഴിയാതായി പോയിരിക്കുന്നു CPM സഖാക്കൾക്ക് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ.
അപ്പോൾ അതുകൊണ്ടാണ് സ്വന്തം പാർട്ടിയുള്ളവർ പോലും വിമർശിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ പിണറായിക്കെതിരെ ഒരു വാക്ക് മിണ്ടിയാൽ പിടിച്ച് ജയിലിലടയ്ക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടി, എത്രത്തോളം ഒരു പാർട്ടി തരംതാണു പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും മകുട ഉദാഹരണമാണിതെല്ലാം. ഇപ്പോൾ ഈ ഹസ്കറുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, ഈ നടപടി CPM-ലെ ആഭ്യന്തര ജനാധിപത്യത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നു. പാർട്ടി ലൈൻ കൃത്യമായിട്ട് പിന്തുടർന്നില്ല എങ്കിൽ ഇടത് നിരീക്ഷകൻ എന്ന ലേബലിൽ ചാനലുകൾ ഇരിക്കേണ്ടതില്ല എന്നുള്ള കർശന നിർദ്ദേശം കൂടി ഹസ്കർ നൽകിയിരിക്കുന്നു. ഭരണകൂടത്തിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ ഉയർന്ന വിമർശനങ്ങൾ സൈബർ സഖാക്കൾ ഉയർത്തുന്നതിനെ CPM വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. പാർട്ടിയുടെ തെറ്റുതിരുത്തൽ രേഖകൾ ഉദ്ധരിച്ച് മുഖ്യമന്ത്രിയെ വിമർശിച്ചതും വെള്ളാപ്പള്ളി നടേശന്റെ വിഷയത്തിൽ CPI സ്വീകരിച്ച ആർജവം CPM-ന് ഇല്ലെന്ന ഹസ്കറിന്റെ നിരീക്ഷണവുമാണ് CPM നേതൃത്വത്തെ പ്രകോപിപ്പിച്ചത് എന്നുള്ളതാണ്. CPM-ന് നിദ്രാവ്യാധി ബാധിച്ചുവെന്നും പാർട്ടിയുടെ നിലപാടുകൾക്ക് ജരാനര ബാധിച്ചുവെന്നുമുള്ള ഹസ്കറിന്റെ പരാമർശങ്ങൾ പാർട്ടിയുടെ കേഡർ സ്വഭാവത്തിന് നിരക്കാത്തതാണ് എന്ന് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം K. സോമപ്രസാദിനെ നേരിട്ട് അയച്ച് ബ്രാഞ്ച് യോഗത്തിൽ വെച്ച് ഹസ്കറിനെ ശാസിച്ചത് വഴി നിരീക്ഷകർ പോലും പാർട്ടിയുടെ സെൻസർഷിപ്പിന് വിധേയരാകണമെന്ന കൃത്യമായ സന്ദേശമാണ് CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി നൽകുന്നത്. കൊല്ലത്തെ അഭിഭാഷകനാണ് ഈ BN ഹസ്കർ എന്ന് പറയപ്പെടുന്നത്. പാർട്ടി ലൈൻ സ്വീകരിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ ഇടത് നിരീക്ഷകൻ എന്ന പേരിൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ട എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയായിരുന്നു. CPM-ന്റെ ജില്ലാ കോടതി അഭിഭാഷക ബ്രാഞ്ച് യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം K. സോമപ്രസാദാണ് ഈ ഒരു നിർദ്ദേശം അന്ന് മുന്നോട്ട് വെച്ചതും. യോഗത്തിലേക്ക് ഹസ്കറിനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. ഇടത് നിരീക്ഷകൻ എന്ന പേര് വെക്കുന്നത് താനല്ലെന്നും മാധ്യമങ്ങളാണ് എന്നും ഹസ്കർ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഈ നിർദ്ദേശം നൽകുന്നത് എന്നും അത് പാലിക്കണമെന്നും സോമപ്രസാദ് അദ്ദേഹത്തിനോട് തിരിച്ചു പറയുകയും ചെയ്തു. മാധ്യമങ്ങൾ നൽകുന്ന വിശേഷണമാണ് ഇടത് നിരീക്ഷകൻ എന്ന ഹസ്കറിന്റെ വാദം പാർട്ടി തള്ളിക്കളയുന്നു. ചാനൽ ചർച്ചകളിലെ പൊതുബോധ നിർമ്മിതിയിൽ ഇത്തരം നിരീക്ഷകർക്കുള്ള സ്വാധീനം പാർട്ടി ഭയപ്പെടുന്നു എന്നതിനാലാണത്. സഖ്യകക്ഷിയായിട്ടുള്ള CPI പോലും പരസ്യ നിലപാടെടുക്കുന്ന വിഷയങ്ങളിൽ CPM മൗനം പാലിക്കുന്നത് രാഷ്ട്രീയ ഇരട്ടത്താപ്പാണ് എന്ന ഹസ്കറിന്റെ വാദം അണികൾക്കിടയിൽ ചർച്ചയാകുന്നത് തടയാനാണ് ഈ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ നടപടി വരും ദിവസങ്ങളിൽ സ്വതന്ത്ര നിരീക്ഷകരുടെ ചാനൽ ഇടപെടലുകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ചർച്ചയിൽ, ആ ഒരു ചാനൽ ചർച്ചയിൽ ഹസ്കർ പറഞ്ഞ എന്തായിരുന്നു? അതിങ്ങനെയായിരുന്നു. അതായത് കേരളത്തിലെ ഇടതുപക്ഷത്തിനും CPM-നും നിദ്രാവ്യാധി ബാധിച്ചിരിക്കുന്നു എന്നാണ് ചാനൽ ചർച്ചയിൽ ഹസ്കർ കുറ്റപ്പെടുത്തിയത്. 1996-ലെ തെറ്റുതിരുത്തൽ രേഖയിൽ ജനപ്രതിനിധികൾ സർക്കാർ നൽകുന്ന കാറിൽ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കയറ്റുന്നത് നിഷ്കർഷിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ ചെയ്ത തെറ്റിനെ ഇപ്പോഴും ന്യായീകരിക്കുന്നത് തിരുത്താൻ പാർട്ടിക്ക് കഴിയാതായി പോയത് വല്ലാത്ത കാപട്യമായി പോയി. വെള്ളാപ്പള്ളിയുടെ നാവ് വിഷലിപ്തമാണ്. എപ്പോഴൊക്കെ ഇടതുപക്ഷം മതനേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇടതുപക്ഷത്തിന്റെ നിലപാടുകളിൽ വജ്രശോഭയുണ്ടാകും. ആ നിലപാടുകൾക്ക് ഇന്ന് ജരാനര ബാധിക്കുന്നത് ആപത്കരവും ഭയാനകവുമാണ് എന്നാണ് ഹസ്കർ പറഞ്ഞത്. മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിക്കുവാൻ വെള്ളാപ്പള്ളിക്ക് ധൈര്യം നൽകുന്നത് CPM-ന്റെ മൗനമാണ്. CPI സെക്രട്ടറി ബിനോയ് വിശ്വം കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. CPM-ന് ആർജവത്തോടെ ആ നിലപാട് പറയാൻ കഴിയുന്നില്ല എന്നത് ഈ പറയുന്ന പോലെ രാഷ്ട്രീയ ഇരട്ടത്താപ്പാട്ട് നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ പ്രഹേളിക അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി, അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടി വരുന്ന തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എത്തി നിൽക്കുന്നു കഴിഞ്ഞ 10 വർഷം കൊണ്ട്. പിണറായിയുടെ ഭരണകാലം എന്ന് പറയപ്പെടുന്ന കഴിഞ്ഞ 10 വർഷം ആ പാർട്ടിയിലുണ്ടായ അപജയങ്ങൾ എന്തൊക്കെയാണ്? പിണറായി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ പിടിച്ച് ജയിലിലാക്കുന്ന തരത്തിലേക്ക് ഒരു സമീപനം സ്വീകരിക്കുവാൻ എന്തുകൊണ്ട് ഈ പാർട്ടി ആകുന്നു എന്നുള്ളതാണ്. ഭയമാണ്. മൂന്നാമതൊരു വട്ടം കൂടി അധികാരത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ള ഭയം. മറ്റൊന്ന്, വെള്ളാപ്പള്ളിയെപ്പോലുള്ള വിഷലിപ്തമായ വാക്കുകൾ ഉപയോഗിക്കുന്ന വ്യക്തികളെ സ്വന്തം കാറിൽ കയറ്റി കൊണ്ടുപോകുവാൻ എന്താണ് ഒരു ചേതോവികാരം എന്നുള്ളത് പിണറായി പറയേണ്ടതില്ലേ? അപ്പോൾ പിണറായിയുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന മാപ്രകളെയും മാധ്യമ പ്രവർത്തകരെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, സർക്കാരിനെയോ പിണറായിയോ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ, എതിരായിട്ടൊരു വാക്ക് പറഞ്ഞാൽ പോയി ജയിലിൽ കിടക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് സർക്കാർ ചെയ്തു കൂട്ടുന്ന ചെയ്തികൾ ആപൽക്കരമാണ് എന്ന് ഓർമ്മിപ്പിക്കാതിരിക്കാൻ കഴിയില്ല.